أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه الغر الميامين ومن تبعهم بإحسان إلى يوم الدين أما بعد പരിശുദ്ധമായ ബറാഅത്ത് നാളിൽ വിശ്വാസി ലക്ഷങ്ങൾ നോമ്പനുഷ്ഠിച്ച് നോമ്പുതുറയോട് അടുത്ത ഒരു സമയത്താണ് നാം ശമാഇലിൽ ഒത്തുകൂടുന്നത്. നമ്മുടെ മഹത്തായ ദിക്റ ആതിറ ലിശമാഇലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും ശമാഇലും എല്ലാം ഏറ്റവും മഹത്വമേറിയ അമലായതുകൊണ്ട് നമുക്ക് ഇന്നും അത് പുണ്യം തന്നെയാണ്. അതുകൊണ്ട് നാം ഇത് ഹോൾഡ് ചെയ്യാതെ തുടരാൻ തന്നെ ഉദ്ദേശിച്ചു വന്നത് നമ്മൾ രണ്ടാഴ്ചയോളമായി ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു മൗലിദിന്റെ മജ്ലിസ് നല്ലൊരു ദിവസം മുടക്കരുതല്ലോ, തുടരുകയാണല്ലോ വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഹദീസുകൾ ഓതി അവസാനം ദുആ കൂടി ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് പൂർത്തീകരിക്കാം ഇൻഷാ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞ് അവിടുത്തെ വ്രതാനുഷ്ഠാനത്തെ കൂടി പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസുകളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. അശ്ശമായിലുൽ മുഹമ്മദിയയിലെ 303-ാമത്തെ ഹദീസാണ് ഇപ്പോൾ നാം പാരായണം ചെയ്യുന്നത്. حدثنا القاسم بن دينار الكوفي حدثنا عبيد الله بن موسى وطلق بن غنام عن شيبان عن عاصم عن زر بن حبيش عن عبد الله قال كان رسول الله صلى الله عليه وسلم يصوم من غرة كل شهر 3 أيام. എല്ലാ മാസത്തിന്റെയും പ്രാരംഭത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം നോമ്പനുഷ്ഠിക്കുമായിരുന്നു. വഖല്ലമാ കാന യുഫ്തിറു യൗമൽ ജുമുഅത്തി, ജുമുഅ ദിവസം നോമ്പില്ലാതിരിക്കൽ വളരെ കുറവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വ്രതാനുഷ്ഠാനത്തിന്റെ വ്യത്യസ്ത രംഗങ്ങളും സന്ദർഭങ്ങളുമാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മിക്ക വെള്ളിയാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോമ്പുണ്ടാകാറുണ്ടായിരുന്നു. അപ്പൊ അത് വെള്ളിയാഴ്ച മാത്രമായി നോമ്പനുഷ്ഠിക്കുന്നതിനോട് നിരുത്സാഹപ്പെടുത്തുന്ന നിബന്ധനകളും നിവേദനങ്ങളുമായി ഇതെങ്ങനെ യോജിക്കുന്നു? മുല്ലാ അലിയുൽ ഖാരി തങ്ങൾ പറയുന്നത് വഹുവ ദലീലുൻ ലി അബീ ഹനീഫത വ മാലികിൻ, ഇമാം മാലിക് തങ്ങളുടെയും അബൂ ഹനീഫ തങ്ങളുടെയും മദ്ഹബ് പ്രകാരം വെള്ളിയാഴ്ച മാത്രം നോമ്പനുഷ്ഠിക്കുന്നത് നല്ല കാര്യമാണ്, അതുകൊണ്ട് പന്തികേടില്ല, നിരുത്സാഹപ്പെടുത്തപ്പെട്ട കാര്യമല്ല എന്നാണ്. അവർക്കുള്ള തെളിവ് ഈ ഹദീസാണ്. എന്നാൽ വഇൻദ ജുംഹൂരി ശാഫിഈയ്യത്തി, ശാഫിഈ ഉലമാക്കളിൽ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം യുക്റഹു, കറാഹത്താക്കപ്പെടും, ജുമുഅ ദിവസം മാത്രം നോമ്പനുഷ്ഠിക്കൽ.
അപ്പോൾ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അവർക്കെന്താണ് പറയാനുള്ളത്? എന്തടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ശാഫിഈയ്യത്ത് അങ്ങനെ പറഞ്ഞത്? ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസൂമു അഹദുക്കും യൗമൽ ജുമുഅത്തി ഇല്ലാ അൻ യസൂമ ഖബ്ലഹു ഔ ബഅദഹു. ജുമുഅ ദിവസത്തിൽ മാത്രമായി നിങ്ങൾ നോമ്പനുഷ്ഠിക്കാതിരിക്കട്ടെ, അതിന് മുമ്പോ പിമ്പോ അല്ലെങ്കിൽ അഥവാ വ്യാഴമോ ശനിയോ എടുത്തിട്ടല്ലാതെ. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ശാഫിഈയ്യത്ത് പറഞ്ഞത് വെള്ളിയാഴ്ച മാത്രമായി നോമ്പെടുക്കൽ കറാഹത്താണ്. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഹനഫി മാലിക്കി മദ്ഹബുകൾ ഹസനാണ് എന്ന് പറഞ്ഞത്. എന്നാൽ ഷാഫിഈ ഉലമാഇന്റെ വ്യാഖ്യാനം രണ്ടെണ്ണമാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ച നോമ്പ് മുടക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയോടുകൂടെയോ വ്യാഴാഴ്ച കൂടെയോ ചേർന്നുകൊണ്ട് തന്നെ ആകാം. വ്യാഴാഴ്ച സുന്നത്തുള്ള ദിവസമാണല്ലോ. അപ്പൊ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ചേർത്തിട്ടായിരിക്കണം എടുത്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം പ്രത്യേകമായി മഹ്മൂദായ കാര്യമായിരിക്കും. അത് ഉമ്മത്തിന് ബാധകം ആയിരിക്കില്ല. ഈ രണ്ട് വ്യാഖ്യാനങ്ങളാണ് ശാഫിഈയ്യത്തിനുള്ളത്. حدثنا أبو حفص عمرو بن علي أخبرنا عبد الله بن داود عن ثور بن يزيد عن خالد بن معدان عن ربيعة الجرشي عن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم يتحرى صوم الاثنين والخميس. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പനുഷ്ഠിക്കാൻ വളരെ പ്രാധാന്യത്തോടുകൂടി പരിഗണിച്ചിരുന്നു, താൽപര്യപൂർവ്വം നിർവഹിച്ചിരുന്നു. حدثنا محمد بن يحيى حدثنا أبو عاصم بن محمد بن رفاعة عن سهيل بن أبي صالح عن أبيه عن أبي هريرة رضي الله عنه وعنهم أن النبي صلى الله عليه وسلم النبي صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു تعرض الأعمال يوم الاثنين والخميس. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകൾ അല്ലാഹുവിങ്കൽ പ്രത്യേകമായി വെളിവാക്കപ്പെടും. എന്റെ അമലുകൾ വെളിവാക്കപ്പെടുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നോമ്പുകാരനായിരിക്കെ. അമലുകൾ അല്ലാഹുവിങ്കൽ വെളിവാക്കപ്പെടുന്ന ദിവസം ഞാൻ നോമ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തിങ്കളും വ്യാഴവും നോമ്പിനെ പരിഗണിക്കുന്നു എന്ന്. حدثنا محمود بن غيلان حدثنا أبو أحمد ومعاوية بن هشام قال حدثنا سفيان عن منصور عن خيثمة عن عائشة رضي الله عنها قالت كان النبي صلى الله عليه وسلم يصوم من الشهر. മാസത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നു. അസ്സബ്ത വൽ അഹദ വൽ ഇസ്നൈൻ. മാസത്തിൽ മൂന്ന് നോമ്പെടുക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ എടുത്തിരുന്നത് ശനിയും ഞായറും തിങ്കളുമാണ്. വമിന അശ്ശഹരിൽ ആഖിരി, അടുത്ത മാസം അസ്സുലാസ വൽ അർബിഅ വൽ ഖമീസ്, ചൊവ്വയും ബുധനും വ്യാഴവുമാണ്. അവ വ്യത്യസ്തങ്ങളായ ദിവസങ്ങളിൽ എടുക്കും. അപ്പൊ മാസത്തിന്റെ എല്ലാ ദിവസങ്ങളിലും നോമ്പെടുത്തിട്ടുണ്ടാകാം. തുടക്കത്തില്, ഒടുക്കത്തില്, മധ്യത്തില്, ആഴ്ചയുടെ എല്ലാ ദിവസങ്ങളും തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം വ്യത്യസ്ത സന്ദർഭങ്ങളിലായി. حدثنا أبو مصعب المدني عن مالك بن أنس عن أبي النضر عن نبي سلمة بن عبد الرحمن عن عائشة رضي الله عنها وعنهم قالت
മാക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഫീ ഷഹ്രിൻ അക്സറ മിൻ സിയാമിഹി മിൻ ഫീ ശഅബാൻ. ഷഅബാനിനോളം റമദാൻ കഴിഞ്ഞാൽ മറ്റൊരു മാസത്തിൽ അധികം നോമ്പെടുക്കുന്നതായി കണ്ടിട്ടില്ല വേറെ. അപ്പം ഷഅബാനിൽ ആവോളം നോമ്പെടുത്തിരുന്നു. ചിലപ്പോൾ ഫുൾ എടുക്കുന്നു എന്ന് പറയാൻ മാത്രം അധികരിപ്പിച്ചിരുന്ന ഒരു റിവായത്ത് നമ്മൾ നേരത്തെ വായിച്ചു. حدثنا محمود حدثنا ابو داود حدثنا شعبة عن يزيد الرشقي قال سمعت معاذة قالت قلت لعائشة رضي الله تعالى عنها أكان النبي صلى الله عليه وسلم يصوم 3 أيام من كل شهر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസത്തിൽ നിന്ന് 3 ദിവസം നോമ്പെടുത്തിരുന്നോ? നഅം. മിൻ അയ്യിഹി കാന യസൂം, ഏത് ദിവസമാണ് എടുത്തിരുന്നത്? ഖാലത്ത് കാന ലാ യുബാലി മിൻ അയ്യിഹി സ്വാമ, ഇന്ന ദിവസം എന്ന് ക്ലിപ്തപ്പെടുത്തിയിരുന്നില്ല. ഒരു മാസം ഇന്ന 3 ദിവസം എടുത്താൽ അടുത്ത മാസം അടുത്ത 3 ദിവസം എടുക്കും. അപ്പോ ചിലപ്പോ അയ്യാമുൽ ബീദിലാകാം, വെളുത്തവാവ് ദിവസങ്ങളിൽ. ചിലപ്പോ തുടക്കത്തിലെ 3 ദിവസമാകാം, ചിലപ്പോ അവസാനത്തിലെ 3 ദിവസമാകാം. അങ്ങനെ 3 ദിവസം എന്തായാലും നോമ്പെടുത്തിരുന്നു. ഖാല അബൂ ഈസ തിർമിദി ഇമാം തങ്ങൾ പറയാണ്, യസീദുർ റിസ്ക് ഹുവ യസീദുൽ ളുബഈ അൽ ബസരി وهو ثقة روى عنه شعبة وعبد الوارث بن سعيد وحماد بن زيد وإسماعيل بن إبراهيم وغير واحد من أئمة وهو يزيد القاسم ويقال القسام والرشك بلغة أهل البصرة هو القسام. നിവേദകന്മാരിൽ ഒരാളായ യസീദ് അൽ റിഷ്കി എന്നവരുടെ പേരിന്റെ അടിസ്ഥാനവും വ്യക്തതയും പരാമർശിച്ചതാണ്. حدثنا هارون بن اسحاق الحمداني حدثنا عبدة بن سليمان عن هشام بن عروة عن النبي عن عائشة رضي الله عنها قالت كان عاشوراء يوما تصومه قريش في الجاهلية. ജാഹിലിയ കാലഘട്ടത്തിൽ ഖുറൈശികളടക്കം നോമ്പെടുത്തിരുന്നതാണ് ആശൂറാ നോമ്പ്, മുഹറത്തിലെ 10ാം ദിവസത്തെ നോമ്പ്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമുഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ആ നോമ്പെടുത്തിരുന്നു. ഫലമ്മാ ഖദിമൽ മദീനത സ്വാമഹു അമറ ബിസിയാമിഹി, മദീനയിൽ വന്നപ്പോൾ നോമ്പെടുക്കുകയും നോമ്പ് കൊണ്ട് കൽപ്പിക്കുകയും ചെയ്തു. ഫലമ്മഫ്തുരിദ റമളാനു, റമളാൻ നോമ്പ് ഫർളാക്കപ്പെട്ടപ്പോൾ കാന റമളാനു ഹുവൽ ഫരീള, റമളാനായി ഫർള് നോമ്പ്. വതുരിക ആശൂറാഉ, ആശൂറാ നോമ്പ് ഫർദിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ഫമൻ ശാഅ സ്വാമഹു വമൻ ശാഅ തറക്കഹു, ഐച്ഛികമായി മാറി, നിർബന്ധ നോമ്പിൽ നിന്ന് മാറി ഐച്ഛിക നോമ്പായി മാറി, സുന്നത്തായി മാറി. حدثنا محمد بن بشار حدثنا عبد الرحمن بن مهدي حدثنا سفيان عن منصور عن ابراهيم عن القمة قال سألت عائشة رضي الله عنها أكان رسول الله صلى الله عليه وسلم يخص من الأيام شيئا, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങളിൽ നിന്ന് ഏതിനെങ്കിലും പ്രത്യേകത കൽപ്പിച്ചിരുന്നോ, പ്രത്യേകമായി പരിഗണിച്ചിരുന്നോ? കാന അമലുഹു ദീമത്തൻ, മഹദി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠാനങ്ങൾ ഏറെയും പതിവായിരുന്നു, ചെയ്യുന്ന അമലുകൾ പതിവായി ചെയ്തിരുന്നു. വഅയ്യുക്കും യുതീഖു മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുതീഖുഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്നത് നിർവഹിക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. ദായിമും മുത്തസിലുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമലുകൾ. حدثنا هارون بن اسحاق حدثنا عبدة عن هشام بن عروة رضي الله عنه عن أبيه عن عائشة رضي الله عنها قالت دخل علي رسول الله صلى الله عليه وسلم, എന്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. വഇൻദി ഇംറഅത്തുൻ, എന്റെ അടുക്കൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഫഖാല മൻ ഹാദി, ഇവിടെ ആരോ ഉണ്ടല്ലോ, ആരാണത്? ഹൗലാ ബിൻതു തുവൈത് ബിൻ ഹബീബ് എന്നാണ് അവരുടെ പേര് എന്ന് വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഫഖാല മൻ ഹാദിഹി, ഇതാരാണ്?
ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഫുലാനത്തു ലാ തനാമുൽ ലൈല, രാത്രിയിൽ ഉറങ്ങാത്തൊരു സ്ത്രീയാണിത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിൽ മിനൽ അഅമാലി മാ തുതീഖൂന, നിങ്ങൾക്ക് സാധിക്കുന്ന അമലാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത്. ഫവല്ലാഹി ലാ യമല്ലുല്ലാഹു ഹത്താ തമല്ലു, നിങ്ങൾ മടുപ്പ് കാണിക്കുന്നവരെ അല്ലാഹു തആല മടുപ്പ് കാണിക്കുകയില്ല. നിങ്ങൾ ചെയ്ത് കുറച്ചങ്ങനെ ആവേശത്തിൽ ചെയ്ത് നിങ്ങളിങ്ങനെ മടുത്താൽ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അവിടെ മുടങ്ങും. അപ്പോൾ വകാന അഹബ്ബു ദാലിക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ യദൂമു അലൈഹി സ്വാഹിബുഹു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് വകാന അഹബ്ബ ദാലിക ഔ അഹബ്ബു ദാലിക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ യദൂമു അലൈഹി സ്വാഹിബുഹു, പതിവായി നിർവഹിക്കുന്ന അമല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഒരാവേശത്തിന് എല്ലാം നോമ്പെടുക്കുക, പിന്നെ സുന്നത്തോമ്പ് പോലും ഇല്ലാണ്ടാകുക, പിന്നെ ഫർദ് തന്നെ മുടങ്ങിപ്പോവുക, അങ്ങനൊന്നുമില്ല. ചെയ്യുമ്പോൾ ദായിമായി ചെയ്യാം. حدثنا أبو هشام محمد بن يزيد الرفاعي حدثنا ابن فضيل عن الأعمش عن النبي صالح قال سألت عائشة رضي الله عنها وأم سلمة, ഉമ്മു സലമ ആയിഷ റളിയല്ലാഹു അൻഹുന്ന മഹദി അവர்களോട് ചോദിച്ചു, അയ്യുൽ അമലി കാന ഹബ്ബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമലുകൾ ഏതായിരുന്നു? ഖാലതാ, മഹദിമാര് പറഞ്ഞു, മാ ദീമ വൈൻ ഖല്ല, കുറഞ്ഞതാണെങ്കിലും പതിവാക്കുന്ന അമലായിരുന്നു അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടമായത്. حدثنا محمد بن اسماعيل حدثنا عبد الله بن صالح حدثنا معاوية بن صالح عن عمرو بن قيس أنه سمع عاصم بن حميد قال سمعت عوف بن مالك يقول كنت مع رسول الله صلى الله عليه وسلم ليلة, ഒരു ദിവസം ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രാത്രിയിൽ ഉണ്ടായിരുന്നു. ഫസ്താക്ക, അവിടുന്ന് മിസ്വാക്ക് ചെയ്തു. സുമ്മ തവല്ലഅ, പിന്നെ വുളൂ ചെയ്തു. സുമ്മ ഖാമ യുസല്ലി, പിന്നെ നിസ്കരിക്കാൻ നിന്നു. ഫഖുംതു മഅഹു, ഞാൻ ഒപ്പം നിന്നു. ഫബദഅ ഫഫ്തതഹ അൽ-ബഖറത, അൽ-ബഖറ ഓതാൻ ആരംഭിച്ചു. ഫലാ യമുറു ബിആയത്തി റഹ്മത്തിൻ ഇല്ലാ വഖഫ ഫസഅല, കാരുണ്യത്തെ പരാമർശിക്കുന്ന ഒരു ആയത്ത് വന്നാൽ അവിടെ നിർത്തി അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കും. വലാ യമുറു ബിആയത്തി അദാബിൻ ഇല്ലാ വഖഫ, അദാബിനെ കുറിച്ച് പറയുന്ന ആയത്ത് വന്നാൽ അവിടെ നിർത്തി കാവൽ ചോദിക്കും. അള്ളാഹുവിനോട് കാവൽ ചോദിക്കും. ആ വിധത്തിലാണ് ഓതിയിരുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് ഓതിയങ്ങ് പോയതല്ല. ഓരോ ആയത്തിന്റെയും ആശയം ഉൾവഹിച്ച് അതിനനുസരിച്ച് ദുആകളും കാവൽ തേടലുകളും ഒക്കെ നടത്തി അങ്ങനെ ഓതി സുമ്മറക്കഅ, പിന്നെ റുക്കൂ ചെയ്തു. ഫമകസ റാക്കിഅൻ ബിഖദ്രി ഖിയാമിഹി, നൃത്തത്തോളം ദൈർഘ്യമുള്ള റുക്കൂ ചെയ്തു. വയഖൂലു ഫീ റുകൂഇഹി, റുകൂഇൽ പറയുന്നുണ്ടായിരുന്നു, സുബ്ഹാനദിൽ ജബറൂത്തി വൽ മലകൂത്തി വൽ കിബ്രിയാ, മഹത്വത്തിന്റെയും പരമാധികാരത്തിന്റെയും സർവാധിപത്യത്തിന്റെയും ഉടമത്തനെ, നിന്റെ മഹത്വത്തെ ഞാൻ വാഴ്ത്തുന്നു. വൽ അളമ, മഹത്വത്തിന്റെയും എല്ലാ മഹത്വങ്ങളുടെയും ഉടമ. സുമ്മ സജദ ബിഖദ്രി റുകൂഇഹി, റുകൂഇനോളം നീണ്ട സുജൂദ് നിർവഹിച്ചു. വയഖൂലു ഫീ സുജൂദിഹി, സുജൂദിൽ പറയുന്നുണ്ടായിരുന്നു, സുബ്ഹാനദിൽ ജബറൂത്തി വൽ മലകൂത്തി വൽ കിബ്രിയാഇ വൽ അളമ എന്ന ദിക്ർ ചൊല്ലുന്നുണ്ടായിരുന്നു. സുമ്മ ഖറഅ ആല ഇംറാന, പിന്നെ ആലു ഇംറാൻ ഓതി. സുമ്മ സൂറത്തൻ സൂറത്തൻ, അങ്ങനെ അടുത്തടുത്ത സൂറത്തുകൾ ഓതി. യഫ്അലു മിസ്ല ദാലിക, ഇപ്രകാരം തന്നെ നിർവഹിച്ചു. അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീർഘമായ നിസ്കാരത്തിന്റെ ഒരു ചിത്രീകരണം, സമാനമായ ഒരു റിവായത്ത് കഴിഞ്ഞതിന്റെ മുമ്പുള്ള ദിവസത്തെ പാരായണത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിന്റെ ദൈർഘ്യം പറയാം. അപ്പൊ ഓരോരുത്തർക്കും കഴിയുന്നത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്ത ഒരു അമൽ അവിടെ പരാമർശിച്ചതാണ്. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു
അപ്പോൾ ഹദീസുകൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ ഹദീസിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം, നോമ്പ്, അതുപോലെ മറ്റു ഇബാദത്തുകളിലെ ഒന്നോ രണ്ടോ റിവായത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തു പോകുന്നത് മറ്റു വിഷയങ്ങളിൽ. എന്നാൽ ഓരോ വിഷയത്തിലും വന്നിട്ടുള്ള ആയിരക്കണക്കിന് ഹദീസുകളെ നിർദ്ധാരണം ചെയ്ത് പരസ്പരമുള്ള അതിന്റെ ബലാബലങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഫുഖഹാ നിയമങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഒരു ഹദീസ് കണ്ടുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചാടിപ്പോണ്ട. ആ ഹദീസിന്റെ പ്രാബല്യവും അതുപോലെ തന്നെ ഇതിനോട് സമാനമായ ഹദീസുകൾ തമ്മിലുള്ള തുലന പഠനവും ഇതിനേക്കാൾ ബലാബലങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള നിർദ്ധാരണവും നടത്തിയിട്ടാണ് ഫുഖഹാക്കൾ പറയുക. അവ നമ്മൾ ഒരു ഹദീസിനെ കണ്ടുകൊണ്ട് അതനുസരിച്ചല്ല അമൽ ചെയ്യേണ്ടത്. ഇത് സംബന്ധിയായി ഓരോ വിഷയങ്ങളും സംബന്ധിയായി വന്ന ലക്ഷക്കണക്കിനോ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ഹദീസുകളെ മുഴുവൻ വെച്ചുകൊണ്ട് അതിന്റെ കൃത്യമായ അവസ്ഥയെ അവലോകനം ചെയ്ത് പഠിപ്പിച്ചു തരിക എന്നതാണ് ഫുഖഹാ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള ഹുജ്ജത്ത് എന്ന പദവിയുള്ളവരാണ്. ബഹുലക്ഷം ഹദീസുകൾ മനപ്പാടമുള്ളവരാണ്. അവർ ആ ഹദീസിൽ നിന്ന് മാത്രം കണ്ടുകൊണ്ട് അപ്രകാരമല്ല അമൽ ചെയ്തത്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റിക്കൊണ്ടാണ് അമലുകളെയും മസ്അലകളെയും ക്രമീകരിച്ചത്. കാരണം മുഹദ്ദിസുകൾക്ക് പറയാനുള്ളത് നഹ്നു സ്വയാദിലത്തു, ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറുകാരാണ്, മരുന്ന് പറിക്കാരാണ്. ഫുഖഹാക്കളാകുന്ന നിങ്ങൾ അൻതുമുൽ അത്തിബ്ബാ, നിങ്ങൾ ഡോക്ടർമാരാണ്. അപ്പൊ ഒരു മരുന്ന് ഒരു രോഗിക്ക് ഏതനുപാതത്തിൽ ഏതുള്ളടക്കത്തിൽ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലെ ഒരു ഹദീസ് ഇതിൽ നിന്ന് എന്തെല്ലാം പ്രമാണങ്ങൾ സ്വീകരിക്കണം, ഏതൊക്കെ മസ്അലകൾ ക്ലിപ്തപ്പെടുത്തണം എന്ന വിജ്ഞാനമുള്ളവർ ഫുഖഹാക്കളാണ്. അപ്പൊ നമ്മൾ ഓരോന്നിനെ കുറിച്ചുമുള്ള അധ്യായങ്ങൾ കടന്നു പോകുമ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ അവലോകനത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണത്. അതിൽ നിന്ന് തുടരേണ്ടത് ഏത് ഭാഗമാണ്, സുന്നത്തുകൾ ഏത് വിധത്തിലാണ്, ഇതെല്ലാം ഫുഖഹാക്കളിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ട് അതനുസരിച്ചാണ് അമൽ ചെയ്യേണ്ടത്. ബാബു മാ ജാഅ ഫീ ഖിറാഅത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ പാരായണത്തെക്കുറിച്ചുള്ള അധ്യായമാണ്. حدثنا قتيبة بن سعيد حدثنا ليث عن ابن أبي مليكة عن يعلى بن مملك أنه سأل أم سلمة عن قراءة رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ പാരായണത്തെക്കുറിച്ച് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. ഫഇദാ ഹിയ തൻഅതു, മഹദി വിശേഷണം പറഞ്ഞു. ഖിറാഅതൻ മുഫസ്സറതൻ ഹർഫൻ ഹർഫാ, സ്പഷ്ടമായ പാരായണമായിരുന്നു. ഓരോ അക്ഷരങ്ങളും വ്യക്തമാകുന്ന വിധത്തിലായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം. حدثنا محمد بن بشار حدثنا وهب بن جرير بن حازم حدثنا أبي عن قتادة قال قلت لأنس بن مالك, أنس بن مالك തങ്ങളോട് ഞാൻ ചോദിച്ചു, كيف كانت قراءة رسول الله صلى الله عليه وسلم, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരായണം എങ്ങനെയായിരുന്നു? قال مدا, ദീർഘമായി തന്നെയുള്ള മദ്ദുള്ള സ്ഥലങ്ങളിൽ മദ്ദോടുകൂടി തന്നെ, ഷദ്ദുള്ള സ്ഥലങ്ങളിൽ ഷദ്ദോടുകൂടി തന്നെ, ഓരോ നിയമങ്ങളെയും കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള പാരായണമായിരുന്നു. حدثنا علي بن حجر حدثنا يحيى بن سعيد الأموي عن ابن جريج عن ابن أبي مليكة عن أم سلمة رضي الله عنها وعنهم قالت كان النبي صلى الله عليه وسلم يقطع قراءته يقول الحمد لله رب العالمين. അവിടുന്ന് പാരായണം ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും നിർത്തിക്കൊണ്ട്, നിർത്തേണ്ടിടത്ത് നിർത്തിക്കൊണ്ടായിരുന്നു പാരായണം ചെയ്തത്.
ഏതുപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെ നിർത്തും. സുമ്മ യഖിഫു അവിടെ നിർത്തും. സുമ്മ യഖൂലു പിന്നെ പാരായണം ചെയ്യും അർറഹ്മാനിർ റഹീം. സുമ്മ യഖിഫു അവിടെ വഖഫ് ചെയ്യും, നിർത്തും. വകാന യഖറഉ മാലികി യൗമിദ്ദീൻ എന്നോതും. അവിടെ മലികി യൗമിദ്ദീൻ എന്നും ഖിറാഅത്തുണ്ട്. അപ്പോൾ ഇമാം ഖത്തല്ലാനി തങ്ങൾ പറഞ്ഞത് യഖറഉ മലികി യൗമിദ്ദീൻ എന്നാണ്. ഏതായാലും ഓരോ ആയത്തുകളുടെയും ശേഷമുള്ള വഖഫുകൾ പാലിച്ചുകൊണ്ടാണ് അവിടുന്ന് ഓതിയിരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്ന് ഓതാം. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറെ പാരായണവും ഓരോ ആയത്തുകൾക്ക് ശേഷവും വഖഫ് വെച്ചുകൊണ്ടായിരുന്നു. حدثنا قتيبة بن سعيد حدثنا الليث عن معاوية بن صالح عن عبد الله بن أبي قيس قال سألت عائشة رضي الله عنها عن قراءة النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണത്തെ കുറിച്ച് ഞാൻ ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയോട് അകാന യുസിറു ബിൽ ഖിറാഅത്തി അം യജ്ഹറു, ഉച്ചത്തിലായിരുന്നോ മെല്ലെയായിരുന്നോ പാരായണം ചെയ്തിരുന്നത്? ഖാലത്തു കുല്ലു ദാലിക ഖദ് കാന യഫ്അലു, എല്ലാ നിലക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നു. ഖദ് കാന റുബ്ബമാ അസറ വ റുബ്ബമാ ജഹറ, ചിലപ്പോൾ ശബ്ദത്തിലും ചിലപ്പോൾ ശബ്ദമില്ലാതെയും പാരായണം ചെയ്തിരുന്നു. ഖുൽതു അൽഹംദുലില്ലാഹി അല്ലദീ ജഅല ഫിൽ അംരി സഅതൻ, ഈ വിഷയത്തിൽ വിശാലമായ സ്വാതന്ത്ര്യം നൽകിയ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അവിടുന്ന് മെല്ലെ മാത്രമാണ് ഓതിയിരുന്നതെങ്കിൽ നമ്മളത് പാലിക്കേണ്ടതായിരുന്നു. ശബ്ദത്തിൽ മാത്രമാണ് ഓതിയിരുന്നതെങ്കിൽ അങ്ങനെയും പാലിക്കേണ്ടിയിരുന്നു. രണ്ട് നിലക്കും ആകാമെന്ന സ്വാതന്ത്ര്യമുള്ള വിധി തന്ന റബ്ബിന് സർവസ്തുതിയും എന്നാണ് മഹാനവറുകൾ പറയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്. حدثنا محمود بن غيلان حدثنا وكيع حدثنا مسعر عن ابي العلاء العبدي عن يحيى بن جعدة عن ام هانئ قالت كنت اسمع قراءة النبي صلى الله عليه وسلم, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്ത് കേൾക്കുമായിരുന്നു ബില്ലൈലി, രാത്രിയിൽ. വഅന അലാ അരീഷി, ഞാൻ എൻ്റെ കിടക്കയിലായിരിക്കെ തന്നെ. അപ്പൊ ശബ്ദത്തിൽ ഓതുന്നത് കേട്ടിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം അവിടുത്തെ ഉദ്ദേശത്തിനനുസരിച്ച് ദൈർഘ്യം കൂടിയും കുറഞ്ഞും ഉണ്ടായിരുന്നു. അതൊരു മുഅ്ജിസത്തുമായിരുന്നു. حدثنا محمود بن غيلان حدثنا ابو داود حدثنا شعبة عن معاوية بن قراء قال سمعت عبد الله بن مغفل يقول رأيت النبي صلى الله عليه وسلم على ناقته يوم الفتح, മക്കം ഫതഹിന്റെ അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ഒട്ടകത്തിന്മേൽ ഞാൻ കണ്ടു. വഹുവ യഖറഉ, അവിടുന്ന് പാരായണം ചെയ്യുന്നുണ്ട്. ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ എന്ന ആയത്തോന്നുണ്ട്. ഫഖാല ഫഖറ, അവിടുന്ന് ഓതി. വറജ്ജഅ, അവിടുന്ന് നല്ല ഈണത്തിൽ ഓതി. വീണത്തിൽ ഓതുന്നത് ഞാൻ കേട്ടു. വഖാല മുആവിയത്ത് ബിൻ ഖുറത്ത ലൗലാ അൻ യജ്തമിഅ അന്നാസു അലയ്യ, ആളുകൾ കൂടുമെന്ന് ഞാൻ ഭയന്നില്ലായിരുന്നെങ്കിൽ അഖൽതു ലക്കും ഫീ ദാലിക സൗതി, ആളുകളൊക്കെ എന്റെ ഓത്ത് കേട്ടിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ഓടിക്കൂടും. അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റൈലിൽ പോതിയാണ്. ഔ ഖാല ലഹനി, ആ ഘടനയിൽ അല്ലെങ്കിൽ ആ ശബ്ദത്തിൽ ഞാൻ ഇപ്പൊ ഓതി കേൾപ്പിക്കായിരുന്നു. പക്ഷെ ആളുകളെല്ലാം കൂടിക്കാളും, അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചെയ്യണില്ല. حدثنا عبد الله بن عبد الرحمن أنبأنا يحيى بن حسان أنبأنا عبد الرحمن بن أبي الزناد عن عمرو بن أبي عمرو عن إكرمة رضي الله عنه وعنهم عن ابن عباس رضي الله عنهما قال كانت قراءة رسول الله صلى الله عليه وسلم, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണമായിരുന്നു. റുബ്ബമാ യസ്മഉഹാ മൻ ഫിൽ ഹുജ്റത്തി വഹുവ ഫിൽ ബൈത്തി, ചിലപ്പോൾ അവിടുന്ന് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഓതിയാൽ പാരായണം ചെയ്താൽ പുറത്തെ മുറിയിൽ കേൾക്കാമായിരുന്നു. അല്ലെങ്കിൽ ബൈത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഹുജ്റത്ത് തന്നെയാണ്. അവിടുന്ന് പാരായണം ചെയ്താൽ ആ റൂമിന്റെ ഉള്ളിൽ മാത്രം പരിമിതപ്പെടുന്ന ശൈലിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നു. حدثنا قتيبة أخبرنا نوح بن قيس الحداني
عن حسام بن مسك عن قتادة رضي الله عنه وعنهم قال ما بعث الله نبيا إلا حسن الوجه الله تعالى ഒരു നബിയെയും അയച്ചിട്ടില്ല പ്രസന്ന മുഖരായിട്ടല്ലാതെ, മുഖകാന്തി ഉള്ളവരായിട്ടല്ലാതെ. നല്ല സൗന്ദര്യമുള്ള മുഖത്തോടുകൂടിയേ ഏത് പ്രവാചകരെയും അള്ളാഹു അയച്ചിട്ടുണ്ട്. ഹസന സൗത്തി, നല്ല ശബ്ദഭംഗിയുള്ളവരായിട്ടല്ലാതെ. വകാന ലാ യുറജ്ജിഉ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈണം പിടിക്കൊന്നും വേണ്ട, ശബ്ദം നന്നാക്കാൻ പ്രത്യേകിച്ച് സ്ട്രെയിൻ എടുക്കൊന്നും വേണ്ട. കാരണം അവിടുത്തെ ശബ്ദം പ്രകൃത്യാ തന്നെ ഭംഗിയുള്ള ശബ്ദമായിരുന്നു. ഭംഗിയുള്ള മുഖവും ഭംഗിയുള്ള ശബ്ദവും ഭംഗിയുള്ള മുഖവും നൽകിയിട്ടല്ലാതെ അള്ളാഹു സുബ്ഹാനഹു ശബ്ദവും നൽകിയിട്ടല്ലാതെ അള്ളാഹു തആല ഒരു നബിയെയും അയച്ചിട്ടില്ല. അപ്പം അഫ്ളലുൽ ഖൽഖായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഫ്ളലുർ റുസുലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം ഏറ്റവും മനോഹരമായ അഹ്സനായിരുന്നു. ബാബു മാ ജാ ഫീ ബുക്കാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിൽ അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ടും ഖുർആൻ ചിന്തിച്ചുകൊണ്ടും മറ്റുമൊക്കെയുള്ള അവിടുത്തെ കരച്ചിൽ. حدثنا سويد بن نصر أخبرنا عبد الله بن المبارك عن حماد بن سلمة عن ثابت البناني عن مطرف وهو بن عبد الله بن السخير عبد الله بن الشخير عن نبيه قال أتيت رسول الله صلى الله عليه وسلم, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തി. വഹു യുസല്ലി, അവിടുന്ന് നിസ്കരിക്കുകയാണ്. വലി ജൗഫിഹി അസീസുൻ കഅസീസിൽ മിർജൽ മിനൽ ബുക്കാഇ, അവിടുന്ന് തേങ്ങുന്നുണ്ട്. വറവ് ചട്ടിയിൽ പൊരിക്കുന്ന സാധനം വറവിന്റെ സമയത്ത് ഉണ്ടാകുന്ന ശബ്ദം പോലെ ഒരു ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. حدثنا محمود بن غيلان حدثنا معاوية بن هشام حدثنا سفيان بن الأعمش عن إبراهيم عن عبيدة عن عبد الله قال قال لي رسول الله صلى الله عليه وسلم, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു. അബ്ദുല്ലാഹി എന്നവര് പറയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇഖ്റഅ അലയ്യ, ഖുർആൻ എന്ന് എനിക്ക് ഓതി കേൾപ്പിച്ചു തരൂ. ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അഖ്റഉ അലൈക വഅലൈക ഉൻസില, ഞാൻ തങ്ങൾക്ക് ഓതിത്തരേ, തങ്ങളെ ഓതി കേൾപ്പിക്കുകയോ, അവിടുത്തെ മേലല്ലേ ഖുർആൻ ഇറങ്ങിയത്. ഖാല ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, എന്റെ മേൽ അവതരിച്ച ഖുർആൻ ആണെങ്കിലും മറ്റൊരാളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫഖറഅതു സൂറത്തുൻ നിസാഇ, ഞാൻ അങ്ങനെ സൂറത്തുൻ നിസാ ഓതി കേൾപ്പിച്ചു. ഹത്താ ബലഗതു, ഞാൻ അങ്ങനെ ഓതി എത്തി. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ എന്ന ആയത്ത് വരെ എത്തി. ഖാല ഫറഅയ്തു ഐനൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്മുലാനി ഔ തഖ്മിലാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കണ്ണും നിറഞ്ഞൊഴുകുന്നത് ഞാൻ ഇങ്ങനെ കാണാൻ തുടങ്ങി. അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് സാക്ഷിയാക്കപ്പെടും എന്ന ആയത്ത്, ആശയമുള്ള ആയത്താണ് ഓതിയത്. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, തങ്ങളെ ഓരോ സമുദായത്തിൽ നിന്നും സാക്ഷികളെയും സമുദായങ്ങൾക്ക് മുഴുവൻ സാക്ഷിയായി തങ്ങളെയും ഹാജരാക്കപ്പെട്ടാൽ എന്ന് ആശയമുള്ള ആയത്ത് വന്നപ്പോൾ അതിന്റെ ആശയം ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാൻ തുടങ്ങി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, حدثنا قتيبة حدثنا جرير عن عطاء بن السائب عن أبيه عن عبد الله بن عمرو قال انكسفت الشمس يوما على عهد رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സൂര്യഗ്രഹണമുണ്ടായി. فقام رسول الله صلى الله عليه وسلم يصلي حتى لم يكد يركع, അവിടെ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. റുക്കൂ ചെയ്യില്ലായിരിക്കുമെന്ന് കരുതുന്നതോടെ അത്രയും ദൈർഘ്യമുള്ള നൃത്തം. ثم ركع, പിന്നെ റുക്കൂ ചെയ്തു. فلم يكد يرفع رأسه, റുക്കൂ തന്നെ നീണ്ടുപോവോ എന്ന് നമ്മൾ ആലോചിച്ചു പോയി, അത്രയും ദീർഘമായ റുക്കൂ.
സുമ്മ റഫഅ റഅസഹു ഫലം യക്കദ് അൻ യസ്ജുദ. പിന്നീട് അവിടുന്ന് ശിരസ്സുയർത്തി ഖിയാമിലാണ്, സുജൂദിലേക്ക് പോലായിരിക്കുമെന്ന് കരുതി. സുമ്മ സജദ, പിന്നെ സുജൂദ് ചെയ്തു. ഫലം യക്കദ് അൻ യർഫഅ റഅസഹു, ദീർഘമായ സുജൂദ്. സുമ്മ റഫഅ റഅസഹു ഫലം യക്കദ് അൻ യസ്ജുദ, പിന്നെ ദീർഘമായ ഇടയിരുത്തം. സുമ്മ സജദ, പിന്നെ സുജൂദ്. ഫലം യക്കദ് അൻ യർഫഅ റഅസഹു, ദീർഘമായ നിസ്കാരം, ദീർഘമായ സുജൂദ്. ഫജഅല യൻഫഖു വയബ്കി, അവിടുന്ന് തേങ്ങി കരയുന്നുണ്ട്, ദീർഘമായി കരയുന്നുണ്ട്. വയഖൂലു, എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, റബ്ബി അലം തഅദിനി അല്ലാ തുഅദ്ദിബഹും വഅന ഫീഹിം. അല്ലാഹുവേ, നീ എനിക്ക് വാക്ക് തന്നിട്ടില്ലേ ഞാൻ ഉള്ളപ്പോൾ അവരെ നീ ശിക്ഷിക്കുകയില്ല എന്ന്. ഞാൻ ഉണ്ടായിരിക്കെ സമുദായത്തെ ശിക്ഷിക്കുകയില്ല എന്ന് അവിടുന്ന് റബ്ബേ നീ വഅദ ചെയ്തിട്ടില്ലേ. റബ്ബി അലം തഅദിനി അല്ലാ തുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നിടത്തോളം കാലം നീ ശിക്ഷിക്കുകയില്ലെന്ന് നീ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. ഒരു ജനതയെ തങ്ങൾ ഉണ്ടായിരിക്കെ, തങ്ങൾ ഹാദിറുണ്ടോ അപ്പൊ തങ്ങളെ കൊണ്ട് തടുക്കപ്പെടും, അതുകൊണ്ട് ശിക്ഷ ഇറങ്ങൂല. അതുപോലെ ഇസ്തിഗ്ഫാറുള്ള കാലത്തോളം ശിക്ഷ ഇറങ്ങൂല എന്ന് നീ പറഞ്ഞിട്ടില്ലേ. വനഹ്നു നസ്തഗ്ഫിറുക, ഞങ്ങൾ നിന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ പൊറുക്കൽ തേടുകയാണ്. ഫലമ്മാ സ്വല്ലാ റകഅത്തൈനി, ഇപ്രകാരം 2 റകഅത്ത് നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ, ഇൻജലത്തി ശംസു, സൂര്യൻ ഗ്രഹണത്തിൽ നിന്ന് വെളിവായി. ഫഖാമ, അപ്പോൾ അവിടുന്ന് എഴുന്നേറ്റു. ഫഹമിദല്ലാഹ, അല്ലാഹുവിനെ സ്തുതിച്ചു. വഅസ്ന അലൈഹി, അവന്റെ മഹത്വം വാഴ്ത്തി. എന്നിട്ട് ഖുത്ബ നടത്തി. സുമ്മ ഖാല, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ലാഹ്. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുള്ള 2 ദൃഷ്ടാന്തങ്ങളാണ്. ഫൈനിൻ കസഫ, അത് രണ്ടും ഗ്രഹണമുണ്ടായാൽ, ഫഫ്സഉ ഇലാ ദിക്രില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് വേഗം പുറപ്പെട്ടു ചേർന്നുകൊള്ളണം. പെട്ടെന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ലക്ഷ്യം വെക്കണം. കാരണം രണ്ടും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതിന്റെ സാധാരണ സഞ്ചാരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഗ്രഹണം. ആ ഗ്രഹണം വെളിവാകുന്നത് വരെ നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലായിരിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ആയാത്തുകളെ ഓർത്തുകൊണ്ട് കരയുന്ന രംഗം ഗ്രഹണ നിസ്കാരത്തിന്റെ സുജൂദിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. حدثنا محمود بن غيلان حدثنا أبو أحمد حدثنا سفيان عن عطاء بن السائب عن عكرمة عن ابن عباس رضي الله عنهما قال أخذ رسول الله صلى الله عليه وسلم ابنة له تقضي. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകളാകുന്ന സൈനബ് എന്നവരുടെ മകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകൾ അബുൽ ആസ് ബിൻ റബീഅ എന്നവരിലുണ്ടായ മകളാണ്. ആ മകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിൽ ആസന്ന ഘട്ടത്തിലാണ്. ഫഹ്തളനഹാ ഫവളഅഹാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മകളെ വഹിച്ചു. ഫവളഅഹാ ബൈന യദൈഹി, അവിടുത്തെ മുന്നിൽ ഹാജരാക്കി, മുന്നിൽ വെച്ചു. മകളെ എടുത്ത് മുന്നിൽ കിടത്തി. ആസന്ന സമയമാണ്. ഫമാത്തത്ത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്കൽ വെച്ചുകൊണ്ട് അവിടുന്ന് പേരക്കുട്ടി വഫാത്തായി, മരണപ്പെട്ടു. വസാഹത്ത് ഉമ്മു ഐമൻ, ഉമ്മു ഐമൻ എന്ന മഹദി അപ്പോൾ ശബ്ദമുയർത്തി കരഞ്ഞു. മരണപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരു ഒച്ചത്തിലുള്ള കരച്ചിൽ. ഫഖാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തബ്കീന, നിങ്ങൾ ബഹളം വെച്ച് കരയാണോ, ഒച്ചപ്പാടുണ്ടാക്കി നിലവിളിക്കുകയാണോ? ഫഖാലത്ത് അലസ്തു അറാക തബ്കീ, അവ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിങ്ങനെ ഒലിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഉമ്മ ഐമൻ കരഞ്ഞു.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കരയാ? അപ്പൊ അവിടുന്ന് ചോദിച്ചു, അവിടുന്ന് കരയുന്നില്ലേ? തങ്ങൾ പാപ്പ കരയുന്നില്ലേ? ഖാല ഇന്നി ലത്തു അബ്കി, ഞാൻ നിങ്ങളെപ്പോലെ ഒച്ച വെച്ച് കരയുകയല്ല. എന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് ഇന്നമാ ഹിയ റഹ്മത്തുൻ, ഇത് കാരുണ്യത്തിൻ്റെതാണ്. ഇന്നൽ മുഅ്മിന ബികുല്ലി ഖൈരിൻ അലാ കുല്ലി ഹാൽ, ഒരു വിശ്വാസി ഏതവസ്ഥയിലും നന്മയുടെ മേലാണ്. ഇന്ന നഫ്സഹു തുൻസഉ മിൻ ബൈനി ജംബിഹി, അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഊരപ്പെടുന്ന സമയവും വഹുവ യഹ്മദുല്ലാഹ തആല, അല്ലാഹുവിനെ സ്തുതിക്കുകയായിരിക്കും. അപ്പൊ വിശ്വാസിക്ക് ഏത് ഘട്ടവും അല്ലാഹുവിനെ സ്തുതിക്കാനും ചിന്തിക്കാനും ഉള്ളതാണ്. ഞാനിത് കാരുണ്യത്തിന്റെ ഒരു തേങ്ങൽ എന്നല്ലാതെ നിങ്ങളെപ്പോലെ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം വെച്ച് അട്ടഹസിക്കുകയല്ല. ഈ കരച്ചിൽ അനുവദനീയമാണ്, നിങ്ങളുടെ ഈ ബഹളം അനുവദനീയമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. حدثنا محمد بن بشار حدثنا عبد الرحمن بن مهدي حدثنا سفيان عن عاصم بن عبيد الله القاسم بن محمد أن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قبل عثمان بن مظعون, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന സ്വഹാബിക്ക് ചുംബനം നൽകി. വഹുവ മയ്യിത്തുൻ, അവിടുന്ന് വഫാത്തായപ്പോൾ. വഹുവ യബ്കി, ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നുണ്ടായിരുന്നു. ഔ ഖാല വഅയ്നാഹു തുഹറാഖാനി, അല്ലെങ്കിൽ അവിടുത്തെ രണ്ട് നയനങ്ങളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. حدثنا إسحاق بن منصور أنبأنا أبو عامر حدثنا فليح وهو بن سليمان عن هلال بن علي عن أنس بن مالك رضي الله عنه قال شهدنا ابنة لرسول الله صلى الله عليه وسلم ورسول الله صلى الله عليه وسلم جالس على القبر. ഞങ്ങൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ ഖബറടക്കുന്ന നേരത്ത് ഞങ്ങൾ ഹാജരുണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഓരത്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫറഅയ്തു ഐനൈഹി തദ്മആൻ, അപ്പോൾ അവിടുത്തെ രണ്ട് നയനങ്ങളും രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട്. ഫഖാല, എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിച്ചു, അഫീകും റജുലുൻ ലം യുഖാരിഫിൽ ലൈല, ഇന്നലെ രാത്രിയിൽ മണവറ കൂടാത്ത ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇന്നലെ രാത്രിയിൽ ഭാര്യയോടൊപ്പം കൂടാത്ത ആരെങ്കിലും ഉണ്ടോ എന്റെ മകളുടെ ജനാസ ഖബറിലേക്ക് ഇറക്കാൻ? ഖാല അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട്. എന്നാൽ നിങ്ങൾ ഖബറിന്റെ ഉള്ളിൽ ഇറങ്ങിക്കോളൂ. ഫനസല ഫീ ഖബരിഹാ, മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു ഇറങ്ങി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ മറമാടുന്ന നേരത്ത് ഖബറിങ്ങളിൽ നിന്ന് കരഞ്ഞ രംഗം അവിടുത്തെ കരച്ചിലിനെ കുറിച്ചുള്ള അധ്യായത്തിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്ത് വെക്കാനും ഇത്തിബാ ചെയ്യാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് ബറാഅത്തിന്റെ നാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കും. പ്രത്യേകം ദുആയ്ക്ക് ഇജാബത്തുള്ള ദിവസങ്ങളിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എണ്ണിയ ദിവസം, ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ദിവസം, കഴിഞ്ഞ ഒരു വർഷത്തെ വിവരങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസം, അടുത്ത ഒരു വർഷത്തെ വരാനുള്ള മരണങ്ങളും ജനനങ്ങളും എല്ലാം രേഖപ്പെടുത്തി സമർപ്പിക്കപ്പെടുന്ന ദിവസം. ആ ദിവസത്തിന്റെ മഹത്വം പരിഗണിച്ചുകൊണ്ടാണ് റിസ്ഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന ദിവസം നമ്മൾ റിസ്ഖ് വർദ്ധിക്കാൻ വേണ്ടി, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യും. ജനനമരണങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന ദിവസം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സിന്റെ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യും. പുണ്യരാവുകളിലെല്ലാം ആത്മാവുകൾ ദാഹിക്കും. ബന്ധുക്കൾ, കുടുംബാദികളുടെ പ്രാർത്ഥനയ്ക്കും ഹദിയകൾക്കും വേണ്ടി. അപ്പൊ ഈ ദിവസം നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ തിരഞ്ഞെടുക്കേണ്ട ദിവസം. ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം,
ഇമാമുൻ റാസി റളിയല്ലാഹു അൻഹു ഈ ദിവസത്തിന്റെ 5 ബഹുമാനങ്ങൾ പറയുന്നു. ഫീ ലൈലത്തിൻ മുബാറക്കത്തിൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ബഗവി തങ്ങളും ആലൂസി അവിടുത്തെ റൂഹുൽ മആനിയിലും ഇമാം സുയൂത്തി തങ്ങളും അങ്ങനെ ഒട്ടേറെ മഹത്തുക്കൾ അഭിപ്രായങ്ങളിൽ ഒന്നായി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ പകുതിയിലുള്ള രാത്രിയാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ ശഅബാനിന്റെ രാവിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക പ്രാധാന്യത്തോടെ ബഖീഉൽ പോയി ദുആ ചെയ്തിട്ടുണ്ട്. അതല്ല ഇന്നലെ നിങ്ങൾ കേട്ടു, പല ഉസ്താദുമാരുടെയും നസീഹത്തുകളിൽ വന്നു. ആ മഹത്വങ്ങളെല്ലാമുള്ള നല്ലൊരു സമയം, അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സമയം. നോമ്പുകാരനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പിന്റെ ബഹുമാനം പറഞ്ഞപ്പോൾ നമ്മൾ ഹദീസ് ഓതി. അതുപോലെ ഒരു കൊല്ലത്തെ അമൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നമ്മൾ നോമ്പുകാരായിരിക്കാൻ കിട്ടുന്നൊരവസരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ശഅബാനിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി നോമ്പെടുത്തു. നമ്മളിപ്പോ ഒരു നോമ്പെടുക്കണോ വേണ്ടെന്നാണ് ചില ആളുകൾ ഇപ്പോഴും തർക്കിക്കുന്നത്. ഇക്കൊല്ലത്തെ നോമ്പിന് ഒരുപാട് ബഹുമാനമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വ്യാഴാഴ്ചയാണല്ലോ. വ്യാഴാഴ്ചന്റെ നോമ്പിന്റെ സുന്നത്ത്, ബറാഅത്തിന്റെ നോമ്പിന്റെ സുന്നത്ത്, അയ്യാമുൽ ബീദിന്റെ നോമ്പിന്റെ സുന്നത്ത്, വെളുത്തവാവ് നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്, 3 സുന്നത്തുകൾ ഒരുമിച്ച് കിട്ടുന്നൊരവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും സഫലമാക്കുമാറാകട്ടെ. ഇപ്പോൾ പ്രത്യേകിച്ചും പ്രവാസ ലോകത്ത് വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സമയമാണ്. പ്രവാസികളായ സഹോദരങ്ങൾ നമ്മുടെ എല്ലാ ഖൈറായ സംരംഭങ്ങളുടെയും നെടുന്തൂണുകളാണ്. നമ്മുടെ നാട്ടിലെ ദീനീ സംരംഭങ്ങളും വൈജ്ഞാനിക സംരംഭങ്ങളും നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിയും ഇതിനെല്ലാം ഏറ്റവും വലിയ നിക്ഷേപം നൽകിയവരും താങ്ങും തണലുമാകുന്നവരുമാണ് പ്രവാസി സഹോദരങ്ങൾ. ഇപ്പോൾ അതിൽ ഒരുപാട് ആളുകളും രോഗത്തിന്റെ വ്യാപനം കൊണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ ഏർപ്പെടുത്തിയ ലോക്ക്ഡൌൺ കൊണ്ട് ബിസിനസ്സുകൾ നടക്കാതെ രോഗത്തിന്റെ ഭീഷണിയിൽ ഫ്ളാറ്റിൽ താമസിച്ച ആൾക്ക് രോഗം, തൊട്ടടുത്ത റൂമിൽ താമസിച്ച ആൾ നിരീക്ഷണത്തിൽ, തൊട്ടടുത്ത ബെഡിൽ കിടന്ന ആൾ നിരീക്ഷണത്തിൽ, ഇങ്ങനെ എല്ലാമുള്ള വലിയ ബേജാറിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അജ്മാനിലൊരു സഹോദരനടക്കം, മദീനയിലൊരു സഹോദരനടക്കം പലരും ഈ രോഗകാരണമായി മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. അതുപോലെ മലപ്പുറം ജില്ലയിലെ മോങ്ങത്ത് കാരനായ അലി എന്ന സഹോദരൻ നമ്മുടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ദഅവാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിന്ന ആളാണ്. കഴിഞ്ഞ ഒരു ബംഗാൾ യാത്രയിൽ പള്ളികളുടെ ശിലാസ്ഥാപനത്തിനും ഉദ്ഘാടനത്തിനും ഒരു സംഘത്തോടൊപ്പം വന്നപ്പോൾ അലീക്കയും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ, ഞങ്ങൾ ഈ പാരായണം ചെയ്യുന്നത് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നീ നാഫിആയ ഇൽമു നൽകണേ റഹ്മാനെ, നല്ല ഓർമ്മശക്തി നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ പരിശുദ്ധമായ അനുഗ്രഹങ്ങളുടെ നാളാകുന്ന യൗമുൽ ബറാഅയാണ്. ഞങ്ങളെ മുഴുവനും നീ പാപമോചനം നൽകി സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങൾ വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ഇനി അങ്ങോട്ടുള്ള കാലം സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ സ്വലാഹിയ്യത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം നിന്റെ ത്വാഅത്തിലായ ഇസ്സത്തുള്ള റിഫ്അത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഓരോ നാടുകളും വ്യത്യസ്തങ്ങളായ നിയമനിയന്ത്രണങ്ങൾ കൊണ്ട് നിത്യജോലി എടുക്കുന്നവർ അതിന് കഴിയാതെ, കച്ചവടങ്ങൾ നടത്തുന്നവർ കച്ചവടത്തിന് കഴിയാതെ, അതുപോലെ വ്യത്യസ്തങ്ങളായ ജീവിത മേഖലകളിൽ കഴിയുന്നവർ വരുമാനങ്ങളില്ലാതെ നിത്യവൃത്തിക്ക് പോലും പ്രയാസപ്പെടുന്നൊരു സാഹചര്യം എത്രയും പെട്ടെന്ന് നീ സലാമത്ത് നൽകണേ റഹ്മാനെ.
അള്ളാഹുവെ, ഞങ്ങൾക്കാർക്കും ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നിറവേറ്റാൻ മറ്റൊരാളോട് യാചിക്കേണ്ട, ചോദിക്കേണ്ട ഒരവസ്ഥയും ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾ പരമ്പരകൾക്കോ ആർക്കും നീ വെക്കല്ലേ റഹ്മാനെ. ഇഫ്ഫത്ത് നൽകണേ റഹ്മാനെ, ഇസ്സത്ത് നൽകണേ റഹ്മാനെ, റിഫഅത്ത് നൽകണേ റഹ്മാനെ. اللهم ربنا تقبل منا انك انت السميع العليم. അല്ലാഹുവേ, ഓൺലൈനിലൂടെ നിരന്തരമായി ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, നിത്യേന എന്നോണം വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ മുന്നിൽ വെച്ച് ദുആരക്കാൻ പറയുന്നവർ, ടെക്സ്റ്റ് അയക്കുന്നവർ, പ്രൈവറ്റ് മെസ്സേജിൽ വരുന്നവർ, വാട്സപ്പിൽ പറയുന്നവർ, ഫോൺ വിളിച്ച് പറയുന്നവർ, ജീവിത തിരക്കുകൾക്കിടയിൽ മുടങ്ങാതെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികളായ സഹോദരങ്ങൾ, സൗദിയിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന്, UAE-യിൽ നിന്ന്, ബഹ്റൈനിൽ നിന്ന്, അതുപോലെ തന്നെ കുവൈത്തിൽ നിന്ന്, വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ, ദേശങ്ങൾ, സംസ്ഥാനങ്ങളിൽ നിന്ന് കേൾക്കുന്നവരും പങ്കെടുക്കുന്നവരുമുണ്ട്. എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ ഒമാനിലുള്ള സഹോദരങ്ങൾ, ഓരോ രാജ്യത്തുമുള്ള ആളുകൾ റബ്ബേ, അവരെല്ലാം ദീനീ സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾക്ക് വേണ്ടി സഹായിച്ചവർ ഇന്ന് വലിയ പ്രതിസന്ധികളുടെ നടുവിലാണ്. നീ കാവലും ഇസ്സത്തും നൽകണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. صلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.